കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളോട് അവഗണന തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിന് സൗകര്യം നിഷേധിച്ചു. ഇതോടെ ആനപ്രേമി സംഘം ഭക്ഷണം ഒരുക്കിയത് സ്വകാര്യ സ്ഥലത്ത്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. മലബാർ ദേവസ്വം ബോർഡിന് ഭക്തരോടുള്ള അവഗണനയിൽ മാറ്റമില്ല എന്നാണ് ഇന്നത്തെ വാർത്തയും മനസ്സിലാക്കി തരുന്നത്. കാരണം ലോകനാർക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആനപ്രേമി സംഘം അയ്യപ്പ ഭക്തർക്കായി മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി അന്നദാനത്തിനുള്ള സൗകര്യം ഒരുക്കുമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ബോർഡ് എന്നതാണ് വാർത്ത. പകരം ഈ ഒരു സൗകര്യം അവർക്ക് സ്വകാര്യ ഭൂമിയിൽ ഒരുക്കേണ്ടി വന്നു എന്ന ഒരു അവസ്ഥയുമുണ്ട്. കഴിഞ്ഞ മാസം ക്ഷേത്ര പരിസരത്ത് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി. ഇത് വലിയ വിവാദമായിരുന്നു. ക്ഷേത്രഭൂമി പൊതുപരിപാടികൾക്ക് വിട്ട് നൽകിയതിനെതിരെ ഭക്തരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇങ്ങനെ പൊതുപരിപാടിക്കായി ക്ഷേത്രഭൂമി വിട്ടുകൊടുക്കുന്ന ദേവസ്വം ബോർഡാണ് ഇപ്രകാരം ഭക്തർക്ക് വേണ്ടി അതും അന്നദാന സൗകര്യം ഒരുക്കാനായിട്ട് സൗകര്യം ആരാഞ്ഞപ്പോൾ അതിന് അനുമതി നിഷേധിച്ചത് എന്നതാണ് വിരോധാഭാസം. എന്തായാലും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ബോർഡുകളിൽ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം എന്നുകൂടിയെന്ന് രേഖപ്പെടുത്തിയത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതും അന്ന് ഏറെ വിവാദമായിരുന്നു. ഈ ദേവസ്വം ബോർഡും ഈ മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഭക്തർക്ക് അന്നദാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 200-ൽ താഴെ പേർക്ക് മാത്രമാണ് ഇവിടെ ബോർഡ് സൗകര്യം ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായി. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ഈ അവഗണന സഹിക്കാവുന്നതിലും ഏറെയാണ് എന്ന് ഭക്തർ പരാതിപ്പെടുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകനാർക്കാവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ, ഭക്തജനങ്ങൾക്ക് മേൽ ദേവസ്വം ബോർഡ് അടിച്ചേൽപ്പിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ജനൻ TV തന്നെ നിരവധി തവണ വാർത്തയായി പുറത്തുവിട്ടിരുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ മണ്ഡല മകരവിളക്ക് കാലം തുടങ്ങിയിരിക്കുന്നു. നിരവധി ഭക്തജനങ്ങൾ ദൂര സ്ഥലത്തു നിന്ന് പോലും ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഒരു സംഭവമുണ്ട്. ഇത്തരത്തിൽ ആനപ്രേമി സംഘം ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് അന്നദാനം നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു അപേക്ഷ മലബാർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുന്നത്. എന്നാൽ അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. കാരണം ദേവസ്വം ബോർഡ് തിരിച്ചു നൽകിയ മറുപടിയിൽ പറയുന്നത് ക്ഷേത്ര സംവിധാനത്തിൽ തന്നെ ഭക്ഷണം ഒരുക്കുവാനുള്ള സംവിധാനമുണ്ട്, ആ സംവിധാനം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ വെറും 200 പേർക്ക് മാത്രമേ അന്നദാനം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനമുള്ളൂ. എന്നാൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ എത്തുന്നത്. അവരൊക്കെ തന്നെയും ഭക്ഷണം കിട്ടാതെ മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്നദാനം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനാണ് വലിയൊരു രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ക്ഷേത്രത്തിൻ്റെതായ മണ്ഡപങ്ങളൊക്കെ തന്നെയും ഈ വില്ലുവാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മറ്റു പരിപാടികൾക്ക് വിട്ടു നൽകുന്ന ഈ ഭരണ സംവിധാനത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെയും ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹരിത മിഷന്റെ ബോർഡ് സ്ഥാപിച്ചതും അത് വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് ആ ബോർഡിന്റെ അടിയിൽ എഴുതിയതൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സാഹചര്യമൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. ആ സമീപനമാണ് ഇപ്പോഴും ഭക്തജനങ്ങളോട് ഈ മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇന്നലെ നടന്ന ഈ സംഭവം. ആനപ്രേമി സംഘം മറ്റൊരു സ്ഥലത്ത്, അതായത് സ്വകാര്യ വ്യക്തിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥലത്ത് അവർ അന്നദാനം നടത്തുകയുണ്ടായി. അവർ പ്രധാനമായും പറഞ്ഞത് തങ്ങൾ നേരത്തെ തന്നെ അപേക്ഷിച്ചിരുന്നു, എന്നിട്ട് പോലും അതിന് അനുമതി നിഷേധിച്ച ഈ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനത്തിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഭക്തജനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.